മച്ചാമാരെ വണ്ടിക്കാരാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഇപ്പോൾ വണ്ടി ഇതാ അയ്യൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയതായിട്ടൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് അമ്പലത്തിൽ നിന്ന് ബാക്കി ഒരു വണ്ടി അലങ്കരിക്കുക, കളഭം തേക്കൽ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. 8:30 അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 7 ആയിട്ടുള്ളൂ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകാന്ന്. ബാക്കി വിശേഷം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. ഓ ആ മതി മതി. ആ വിളിച്ചു വരുന്നു. നമ്മുടെ യാത്ര ആരെ കാണാൻ ഇപ്പോൾ വണ്ടിയിലേക്കുള്ള ചന്ദനവും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ തേക്കാൻ. ആ അങ്ങനെ ഇത് ചോദിച്ചാൽ മതി. ആ ഗ്ലാസിൻ്റെ മുകളിലൊരു ഓമിൻ്റെ ഒരു ഇത് കൊടുത്താളെ. ഇത് ഈ ചന്ദനം തേക്കുന്ന ആളെ വീടിൻ്റെ അടുത്ത് കേട്ടോ നമുക്കിന്ന് പോകാനുള്ളത്. അതായത് കോഴിക്കോട് നിന്ന് ഒരു അത്തോളി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അത്തോളിയുള്ള പിന്നെ അത്തോളിക്കാവ് ഒരു ശിവക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്നാണ്. ഈശ്വരി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമിമാരേ അയ്യപ്പന്മാരേ അയ്യപ്പന്മാരേ സ്വാമി. അങ്ങനെ സ്വാമിമാർ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ തേങ്ങ അടിച്ച് നേരെ സ്വാമിമാരെ കെട്ട് വണ്ടിയിൽ വെച്ച് നമ്മൾ യാത്ര തുടങ്ങുന്നേക്ക്. അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഈശ്വര ശരണം ഈശ്വരി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമിമാരേ അയ്യപ്പന്മാരെ അയ്യപ്പന്മാരേ നമ്മുടെ യാത്ര ശബരിമലയ്ക്ക് ആരെ കാണാൻ അയ്യപ്പോ സ്വാമി സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും അയ്യപ്പോ ഇല്ല അതങ്ങനെ തന്നെയാണ്. ബലൂൺ ടയറാണ്. മുദ്രാവാക്യ അയ്യപ്പോ സ്വാമി ശബരിമലയ്ക്ക് സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ അയ്യപ്പോ
സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ. അങ്ങനെ 11:20 നമ്മൾ കാടാമ്പ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ച് സ്വാമിയാറിലെ വണ്ടി കയറി കേട്ടോ. ഇപ്പോൾ അടുത്ത് ഞങ്ങളിപ്പം പോകുന്നത് തൃപ്രയാറൊക്കെയാണ്. ഗുരുവായൂർ വരുന്നവരെ കയറുള്ളൂ, അടുത്ത് തൃപ്രയാറ്. അങ്ങനെ പൊന്നാനി കഴിഞ്ഞാൽ നമുക്ക് സ്വാമിയാർക്ക് ഒരു വിശ്രാമ മന്ദിരമുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ വിശ്രാമം മാത്രമല്ല, സ്വാമിയാർക്കുള്ള ഭക്ഷണം, കഞ്ഞി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന സ്വാമിയാരൊക്കെ ഒന്ന് ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കട്ടോ. പൊന്നാനി കഴിഞ്ഞിട്ട് നമ്മളെ സർവീസ് റോഡിൽ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അടിപൊളിയല്ലേ, ഉഷാറല്ലേ? അപ്പൊ ഞങ്ങള് കഞ്ഞി കുടിക്കട്ടോ. ബാക്കി വിശേഷം ഇനി പോകുന്ന പോക്ക് കാണട്ടോ. നമ്മള് തൃപ്രയാർ എത്തിക്കില്ല, അതിന്റെ മുന്നേ പൊന്നാനി ഭാഗത്തുള്ളത്. അപ്പൊ അവിടെയാണ് ഇപ്പൊ കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ ഒരു 1:45 ആയ സമയത്ത് ഞങ്ങള് സ്വാമിവാരം കൊണ്ട് തൃപ്രയാർ അമ്പലത്തിലെത്തി. അപ്പോൾ ഞാനിവിടെ ഒലി ഇറക്കുകയാണ്. ഇനി പോലെ ദർശനം കഴിഞ്ഞിട്ട് മടങ്ങി വരും. അടുത്ത് ഞാൻ നേരെ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് നേരെ ആലുവ, മണപ്പുറം, പിന്നെ ചോറ്റാനിക്കര, വൈക്കം, ഏറ്റുമാനൂർ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ യാത്ര പോകുന്നത് കേട്ടോ. നമ്മുടെ സ്വാമിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടോ. അപ്പോൾ സമയം ഒരു 4 മണിയായി. ഇപ്പോൾ നമ്മൾ സ്വാമിമാരൊക്കെ ദർശനത്തിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കറക്റ്റ് സമയം എത്തി. പിന്നെ ഇന്നിപ്പോൾ പാർക്കിങ്ങിലൊക്കെ വണ്ടി കുറവാട്ടോ, വണ്ടി വളരെ കുറവാണ്. അപ്പം ശബരിമല തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം തുടക്ക ടൈമാനെ കൊണ്ട് 2, 4, 6 ഈ പാർക്കിന് 6 വണ്ടിയുള്ളൂ. പിന്നെ അപ്പുറത്തെ പാർക്കിങ്ങിൽ ഒരു 5-6 വണ്ടി വേറെ ഉണ്ട്. അപ്പോൾ തീരെ തിരക്കില്ലാന്ന് തോന്നുന്നു. അപ്പം അടുത്തതിനിപ്പോൾ നേരെ ഇവിടുന്ന് നമ്മളെ ചോറ്റാനിക്കരയ്ക്കാം. ഇവിടുന്ന് 1 മണിക്കൂറിന് മുകളിലെടുക്കും. അതായത് എറണാകുളം ട്രാഫിക്കൊക്കെ ഉള്ളതിനെ കൊണ്ട്. അപ്പോൾ അടുത്തതിനിപ്പോൾ ചോറ്റാനിക്കര എത്തിയിട്ട് ബാക്കി കാണാം. ഒരു 6 മണീൻ്റെ മുന്നേ നമ്മൾ ചോറ്റാനിക്കര എത്തിട്ടോ. ചോറ്റാനിക്കര നോക്കുന്നവരെ അത്യാവശ്യം നല്ലോണം വണ്ടിയുണ്ട് കേട്ടോ. ഈ പാർക്കിങ്ങിലൊക്കെ നല്ലോണം വണ്ടിയാണ് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ലോണം വണ്ടിയുണ്ട്. നമ്മുടെ ചെക്കനതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ എരുമേലിക്ക് കേട്ടോ. സ്വാമിമാരെ ഇതൊക്കെ മാറ്റിയുണ്ട്. ഇവിടെ സ്വാമിമാരെ പറഞ്ഞു ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് എരുമേലി പിടിക്കുക. അവർക്ക് പൊലച്ച് വന്നേക്ക് മല കയറണം. അപ്പോൾ ഇനി അങ്ങനെ കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ലോണം സ്വാമിമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചോറ്റാനിക്കരയിൽ. അപ്പം ബാക്കി എരുമേലിയിലെത്തി കാണാം. അപ്പോൾ ചോറ്റാനിക്കര എന്ന് വിടുന്നതിന് മുന്നേ നമ്മൾ എല്ലാവരും ഒരു കാലി ചായ കുടിക്കുക കേട്ടോ. അതിൻ്റെ ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഷോപ്പിൽ നിന്ന് ഒരു വാടയും ഒരു ചായ. ഞാൻ ഓർഡർ പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ എരുമേലി. ഇനിയിപ്പോൾ എരുമേലിയിലെ പേട്ട തുള്ളലും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവിടെ തന്നെ സെറ്റാക്കുന്ന പരിപാടിയാണ്. സംഭവം ഉണ്ടായി, പെട്ടെന്ന് വണ്ടി പോകുന്നൊരു കടന്നൽ കൈക്ക് കുത്തി, നല്ല വീക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്ന ഹോട്ടലിലെ ചേച്ചിയും ചേട്ടനും ഭയങ്കര സ്നേഹമൊക്കെ ആയി. ഒലിപ്പോൾ അതാ വേണ്ട മരുന്നും പിന്നെ പച്ചമഞ്ഞളും പിന്നെ എന്താ പറയുക തുളസീനയിലൊക്കെ കൂട്ടിയിട്ട് ഓരൊക്കെ എന്തൊക്കെയുണ്ട് തയ്യാറാക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ സ്നേഹം എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും ദൂരം നിന്ന് വന്നിട്ട് നമ്മളൊരു കാര്യം പറയാൻ മൂപ്പറ് ഓരോ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഏട്ടൻ്റെ പേര് വിജയ്. വിജയ് ഏട്ടല്ലേ? വർക്കി മോനെ, വർക്കിയേ പോയോ? മോനുണ്ട്. കുറവാ, ഇങ്ങോട്ട് വാന്ന്. അപ്പൊ ഇതാണ് വിജയ് ചേട്ടന്റെ മോൻ. എന്താ ശരിക്കുള്ള പേര്? അലനല്ലേ? അപ്പൊ ഇതാണ് അലൻ. അപ്പൊ ഇവരാണ് എനിക്ക് കൈക്ക് ഇപ്പം പച്ചമഞ്ഞള് സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കൈയൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ എരുമേലിയിലേക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ സമയമുള്ളൂ റണ്ണിങ്. നമ്മളിപ്പോൾ ഏകദേശം പൊൻകുന്ന് എത്താനായി. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ എരുമേലി പോയി കാണാൻ. ഞാൻ കൈയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് പൊൻകുന്ന് എത്തുന്ന തൊട്ട് മുന്നേ അടുത്ത സൈഡിൽ ഇതാ ഈ മാതാ ഹോട്ടൽ. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഓലാണ് എനിക്ക് കൈക്കിപ്പം പച്ചമരുന്നും സാധനങ്ങളൊക്കെ റെഡി ആയി തരുന്നത്. അപ്പോൾ ഓല ചേച്ചിയുണ്ട് കേട്ടോ. ചേച്ചി അവിടെ നിന്ന് എന്തോ പച്ചമഞ്ഞളൊക്കെ അരച്ചിട്ട് ഒക്കെ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ സ്വാമിയാരൊക്കെ ഇതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടുന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ നേരെ ഒറ്റപ്പോക്ക് പോകും. നല്ല പണിയാണോ കിട്ടിയേ, കൈക്ക് കടന്നൽ കുത്തിയിട്ടുണ്ട് മൊത്തം വീങ്ങി. അപ്പോൾ ഈ ഹോട്ടലിലെ ചേച്ചിയേട്ടനൊക്കെ എന്തൊക്കെയോ മരുന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കൈക്ക് പരട്ടണം. ചേട്ടൻ തന്നെ കേട്ടോ പരത്തി തന്നെ കൈമേലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹബന്ധം. നമ്മൾ ഇത്ര ദൂരെ നിന്ന് കോഴിക്കോട് നിന്ന് ഓടി വന്നാലും ഈ ചേട്ടൻ്റെ സ്നേഹമൊക്കെ കണ്ടില്ല എന്ന് അടിക്കാൻ നമുക്കാവില്ല. അങ്ങനെ ഇതാ എരുമേലി എത്തിയിട്ടോ. ഇതാണ് ബാബർ മസ്ജിദ്. കാണാതെ കണ്ടോളി. അങ്ങനെ ഞാനും എരുമേലിയിൽ കൊണ്ടുവച്ച് വണ്ടി നിർത്തി. നമ്മൾ സ്വാമിമാരൊക്കെ പേട്ടത്തുള്ള ഇറങ്ങിപ്പോയി. അപ്പോൾ പല സ്വാമിമാർ പല വഴിക്കാണ് പോയത്. 2 സ്വാമിമാരെ പേട്ടത്തുള്ളിൽ മാത്രമേ ഇതിൽ കാണട്ടോ. നമുക്ക് വേഗം മനസ്സിലാവും ആ 2 സ്വാമിമാർ ഏതാണല്ലോ. എല്ലാവരും ശ്രദ്ധിച്ച് എപ്പം വരും നമ്മളെ സ്വാമി. എരുമേലി തീരെ തിരക്കില്ല കേട്ടോ. ഇതൊന്നും കുറച്ച് ആൾക്കാർ, ഇതൊന്നുമല്ല. ഇതിലൂടെ വണ്ടിയൊന്നും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ സമയം ഇപ്പം 12 മണിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്വാമിമാരൊക്കെ ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഇവിടെ എരുമേലി തന്നെയുള്ള പമ്പിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡീസലും ഫുള്ളാക്കി വണ്ടീൻ്റെ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പമ്പ. ഇനി പമ്പയിൽ മാത്രമേ വീഡിയോ കാണിക്കുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും പമ്പയിലേക്ക്. കാരണം റോഡ് അങ്ങനത്തെ ഡേഞ്ചർ റോഡാണ്, അറിയാലോ, വണ്ടിക്കാർക്ക് അറിയാണ്ടാവും. ഇപ്പം പതുക്കെ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ 2 മണി 2:30 ആണെന്നേക്ക് പമ്പയിലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി പമ്പയിലെ കാഴ്ചകളും കൂടി കാണിച്ചു തരാം കേട്ടോ. റെക്കോർഡ് ഓണാക്കിയോ? ഓ, അങ്ങനെ മച്ചന്മാരെ നമ്മളിപ്പോൾ നിലയ്ക്കലെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇനിയിപ്പം പമ്പയിലേക്ക് വിടുക അറിയില്ല. 14 സീറ്റാണ്. തിരക്കില്ലെങ്കിൽ എന്തായാലും പമ്പയിലേക്ക് വിടും. ഓ, ഇതാട്ടോ നിലയ്ക്കൽ ശേഷത്തിൻ്റെ കൂടി. അപ്പോൾ നമ്മളിപ്പോൾ 14 സീറ്റ് വണ്ടിയെ കൊണ്ട് മാത്രം പമ്പയിലേക്ക് കടത്തി വിട്ടിച്ച്. 17 സീറ്റ് വണ്ടി അതിൻ്റെ മുകളിലോട്ടേക്കുള്ള വണ്ടിയൊന്നും പമ്പയിലേക്ക് കടത്തി വിട്ടു കേട്ടോ. KSRTC നൈറ്റ് സർവീസ് നല്ല അടിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പമ്പയിലെത്തും. പിന്നെ പമ്പയിൽ ഞാനിപ്പോൾ സ്വാമിമാരെ ഇറക്കി ഞാൻ തിരിച്ച് നിലയ്ക്കൽ വന്ന് എടുക്കണം. അപ്പോൾ പമ്പ വരെയുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പമ്പ ടു ശബരിമലയുള്ള വീഡിയോ വേറെ വരുന്നതായിരിക്കും കേട്ടോ. അത് 20-ാം തീയതിക്കുള്ളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മച്ചാന്മാരെ പമ്പയിലെത്തിട്ടോ. പമ്പയിൽ തിരക്ക് നല്ല സംഭവമേ ഇല്ല. നമ്മുടെ സ്വാമിമാർക്കൊക്കെ നല്ല സന്തോഷമായി, തിരക്കില്ല. പിന്നെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആകെ കുറച്ച് വണ്ടികളുണ്ട്. സ്വാമിമാർ കെട്ടൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. സ്വാമിമാരെ ഇറങ്ങിക്കോളേ. നമ്മൾ സ്വാമിമാരത്തെ കെട്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പമ്പ് തീരെ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം തീരെ ആളില്ല, പമ്പയൊക്കെ കാലിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ സ്വാമിമാർ ദർശനമൊക്കെ കഴിഞ്ഞ് അഭിഷേകമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തും. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ നിലയ്ക്കൽ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. അടുത്ത വീഡിയോ പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നൊരു വീഡിയോ ഉണ്ടാവും. അതെന്തായാലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. എനിക്കിപ്പം കയറാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത ഞാൻ ശബരിമലയ്ക്ക് കയറുന്ന സമയത്തായിരിക്കും വീഡിയോ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.